അല്പം ഒരു പുഞ്ചിരിയോടെ കൂടി സ്റ്റേജിൽ കയറി ആളുകളെ ഒന്ന് നോക്കും. നന്ദി പ്രസംഗം ഒരു പരിപാടിയിലെ അവസാന പ്രസംഗമാണ് നന്ദി പ്രസംഗം. പേര് പോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസംഗത്തിൽ മാത്രമല്ല, നമുക്കൊരാളൊരു ഉപകാരം ചെയ്തു, നാം താങ്ക്സ് പറയില്ലേ, നന്ദി പറയില്ലേ? ഏത് തരത്തിലുള്ള ഉപകാരമാണെങ്കിലും അത് പറയണമെന്നുള്ളതാണ്. എന്തിനേറെ, നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറി ഒരു ഫുഡ് കഴിച്ചു, നമുക്ക് വളരെ ഇഷ്ടമായ രുചിയേറിയ വിഭവസമൃദ്ധമായ ഫുഡ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും അവരോട് അതിനൊരു താങ്ക്സ് പറയാം. ഇനി അല്ലാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അല്ലാത്തന്നൊക്കെ പല രീതിയിലുള്ള ഉപകാരങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അതിനൊക്കെ ഒരു നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി പറയാം. അതൊക്കെ ഒരു മനുഷ്യത്വപരമായ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് നന്ദി. ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറയുക, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അതിന് ചില പ്രസംഗമാകുമ്പോൾ അതിന്റെ ഒരു ക്രമീകരണങ്ങളും ആർക്കൊക്കെ പറയണം, എങ്ങനെ പറയണം എന്നൊരു 1 by 1 ആയിട്ട് അതിനെ പറയണം, അത്രേ ഉള്ളൂ. ഏതൊരാൾക്കും പുതിയ ഒരാളാണെങ്കിൽ പോലും നിഷ്പ്രയാസം നന്ദി പറയാം. നന്ദി പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്യക്ഷനാണെങ്കിലും ഉദ്ഘാടകനാണെങ്കിലും മുഖ്യ പ്രഭാഷകരൊക്കെ തന്നെയാണെങ്കിലും പ്രസംഗിക്കേണ്ടതുണ്ട്. എന്നാൽ നന്ദി പ്രഭാഷകന് പുതിയൊരു വിഷയത്തെ എടുത്തുകൊണ്ട് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നന്ദി പ്രഭാഷണം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ എണീറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ടാകും. നന്ദിയല്ലത് കഴിഞ്ഞിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്നൊക്കെ കരുതിയിരിക്കുന്നിടത്തേക്കാണ് നന്ദി പ്രഭാഷകനെ ക്ഷണിക്കുന്നത്. അപ്പൊ അവര് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ നന്ദി പറയണം. അപ്പൊ നമ്മൾ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടാകുക. അപ്പോ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, മുഖ്യ പ്രഭാഷകൻ പറഞ്ഞതുപോലെ അവര് എടുത്തു പറഞ്ഞ, അവർ പ്രസംഗിച്ച പ്രസംഗത്തില് ആ വിഷയമായി ബന്ധപ്പെട്ട് അവർ പ്രസംഗിച്ചല്ലോ, അതിന്റെ പ്രധാന പോയിന്റ്സുകളൊന്നും ഒന്നിരൊന്നും എടുത്ത് ഈ സദസ്സിനൊന്നുകൂടി ഇത് അവസാന സമയമാണല്ലോ, പരിപാടി അവസാനിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞ മുഖ്യ പ്രഭാഷകനൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങള് നാം ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്താണ് ആ വിഷയം, ആ വിഷയത്തെ ഒന്നും കൂടെ സദസ്സിനൊന്ന് ഓർമ്മിപ്പിക്കാം. ദാറ്റ്സ് ഓൾ, അത്രയും മതി. അതായത് പുതിയതായി നമ്മൾ വിഷയത്തെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടാകും. കാരണം അവസാന പ്രസംഗമാണ്, ഇതൊക്കെ റെഡിയാക്കേണ്ടതുണ്ടാവും. അപ്പൊ സംഘാടകര് പോകരുതെന്ന് പറയണ ചിലപ്പോൾ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നിത്യാദി കാര്യങ്ങൾ, അവിടെ അറിയിപ്പുകൾ എന്നൊക്കെയാണ്. അതായത് 2 or 3 ഏരിയയിൽ 5 മിനിറ്റ് കൊണ്ട് അവസാനിക്കേണ്ടതാണ് എന്ത്, നന്ദി പ്രസംഗം. അപ്പൊ നമ്മൾ സാധാ എല്ലാ പ്രസംഗം പോലെ തന്നെ വേണമെങ്കിൽ 1-2 ആളെ പേരെടുത്ത് പറയാം, അല്ലെങ്കിൽ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ. നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേറ്റ് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ഊന്നി പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രസംഗ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. പ്രസംഗ പരിശീലനം എന്ന് പറയുമ്പോൾ 4 ആളുടെ മുന്നിൽ നിർഗളമായി സംസാരിക്കുന്നതിനപ്പുറം പ്രസംഗം കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മുടെ കാര്യങ്ങള്, സഹജീവികളോടുള്ള കടമ നിർവഹിക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നതിനും അതൊരു വരുമാന മാർഗമാക്കുന്നതിനും പ്രസംഗം പഠിക്കുന്നതോടെ ഇത്ര ബോണസായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിൽ നാം നമ്മെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നല്ല പ്രാസംഗികരാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഉദ്ഘാടകനും അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ അതുകൊണ്ട് ഒരുപാട് ബോണസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അറിവ് കൂടുതൽ നേടാനും. പ്രസംഗം എന്ന് പറയുമ്പോൾ പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് അറിവുകൾ പരതേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ അറിവുകൾ നമുക്ക് ഒരുപാട് നേടാനും, അങ്ങനെ ജീവിതത്തിൽ നമുക്കൊരു സംഘടനാ ശേഷിയൊക്കെ ഉണ്ടെങ്കിലും പ്രസംഗം 4 ആളെ മുന്നിൽ 4 വാക്ക് എണീറ്റ് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് മുകളിലോട്ട് കയറി പോവില്ല. 4 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലോ അവന് 4 ആൾ അറിയപ്പെടും, അവന് സമൂഹത്തിൽ നിലയുണ്ടാകും,
പക്ഷെ നമ്മള് കുറെ പണിയെടുക്കും, പക്ഷെ നാലാൾ അറിയപ്പെടില്ല. അത് പ്രസംഗം ഒന്നും നാലു വാക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ. എന്നാൽ ഇതൊന്നും വലിയ സംഭവമല്ല. ഏതൊരാൾക്കും നിഷ്പ്രയാസം നമ്മളൊരു മനസ്സ് വെച്ചാൽ, നമ്മൾ അടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസംഗം ഓരോരുത്തർക്കും സാധ്യമാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നന്ദി. ഈ പ്രസംഗം നമ്മൾ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യേണ്ട. അപ്പൊ ഒരു പ്രധാന വ്യക്തിക്ക് നമ്മൾ ആദ്യം നന്ദി പറയാം. ഉദ്ഘാടകനാണ് ഒരു പ്രധാന വ്യക്തിയെങ്കിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ, വളരെ തിരക്കുണ്ടായിട്ടും അദ്ദേഹം ഇതിന് സമയം കണ്ടെത്തി ഇതിൽ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ അധ്യക്ഷന് പറയാം, വേറെ ആരൊക്കെ പ്രമുഖത്തിൽ സ്റ്റേജിലുള്ള ആശംസാ പ്രസംഗങ്ങൾ പറഞ്ഞവര്, സ്വാഗതം പറഞ്ഞവര്, പിന്നീട് അതിനപ്പുറം ഈ പരിപാടി ഇവരൊന്നും വന്ന് പ്രസംഗിച്ചത് കൊണ്ടും അതിനപ്പുറം ഈ ആളുകൾ വന്നത് കൊണ്ടാണ് ഇത് വിജയിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ വന്ന ആളുകൾക്ക് നമ്മൾ നന്ദി പറയണം. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക്, പിന്നെ സ്റ്റേജ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി എല്ലാവർക്കും നന്ദി പറയാം. ഒന്നും വേണ്ട. എങ്ങനെയാ? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പലരും പറയും നന്ദി രേഖപ്പെടുത്തുന്നതിന്. പക്ഷെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതാണ് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നന്ദി അറിയിക്കുന്നു എന്ന് തന്നെ പറയണം. നമ്മൾ പ്രസംഗിക്കുന്നത് ശരിക്കും അറിയിപ്പാണ്, അറിയിക്കുക, പറയുകയാണ്. അപ്പൊ അവിടെ രേഖപ്പെടുത്തല്ല. എന്റെ പേരിലും സ്വന്തം പേരിലും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ സംഘാടക സമിതിക്ക് വേണ്ടി, പരിപാടിക്ക് വേണ്ടി, ഈ കമ്മിറ്റിക്ക് വേണ്ടി ഓരോരുത്തർ അവസാനം എല്ലാവർക്കും നന്ദി. ഇനി ഒരു മുൻകൂർ ജാമ്യം നമുക്ക് എടുക്കാം. ഇനി ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. നന്ദി പ്രസംഗമാണെങ്കിലും സ്വാഗത പ്രസംഗമാണെങ്കിലും നമുക്കൊരു ചാർട്ട് ഉണ്ടാവും. പക്ഷെ അത് മാറിപ്പോകരുത്. അവിടെ ഐഡന്റിറ്റി മാറിപ്പോകരുത്. മന്ത്രി MLA ആകരുത്, MLA പഞ്ചായത്ത് പ്രസിഡന്റ് ആകരുത്, MP എല്ലാവരുടെയും അവരുടേതായ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് വേണം നമ്മൾ അവരൊക്കെ പറയാൻ. മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. നോക്കി വായിക്കാനുള്ള അനുവാദമുള്ള രണ്ട് പ്രസംഗങ്ങളാണ് നന്ദി പ്രസംഗവും സ്വാഗത പ്രസംഗവും. അപ്പൊ അത് നമുക്ക് നോക്കി ആളുകൾ മാറാതെ ഓരോരുത്തർക്കും അതിന് അർഹിക്കുന്ന രീതിയിലുള്ള നന്ദി പറയണം. പിന്നീട് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തെ ആസ്പദമാക്കി നന്ദി പറയേണ്ടതുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അവസാനം എന്തു പറയണം? എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി, അത് നമ്മൾ പ്രത്യേകം മറക്കാതെ പറയേണ്ടതുണ്ട്. കാര്യം ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ തുടങ്ങിയത് മുതൽ അവസാനം വരെ ഈ പരിപാടി സമയബന്ധിതമായി അവസാനിപ്പിക്കുന്നു. മറ്റുള്ള പ്രാസംഗികരെ പോലെയല്ലല്ലോ. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിയന്ത്രിക്കുകയാണ്. സമയത്തിനനുസരിച്ച് പ്രാസംഗികരെ സമയം കൊടുക്കുന്നതും അവരതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നതൊക്കെ ആരാണ്? അധ്യക്ഷനാണ്. അപ്പൊ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഒരു നന്ദി പ്രസംഗത്തിന്റെ ഏറ്റവും സിമ്പിളായ ഒരു രൂപമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ആർക്കും പറയാം. പിന്നെ ഇപ്പോ ഇങ്ങനെയും പറയാം, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചത് അറിയിക്കുന്നു. അത്രയാലും നന്ദിയായി. പക്ഷെ എന്നാലും അതിന്റെ ഒരു രീതി ഉണ്ടല്ലോ. ഈ പരിപാടിക്ക് എത്തി അവരുടെ വിലയേറിയ സമയമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ പരിപാടി വിജയമാക്കാൻ വേണ്ടി അവർ പ്രസംഗിച്ചു. വേണ്ട ഉപദേശ നിർദ്ദേശം. അപ്പൊ അവർക്കൊക്കെ ഓരെങ്ങനെ പേരെടുത്തിങ്ങനെ എല്ലാവർക്കും പേരെടുത്ത് പറയുന്നത് എല്ലാവർക്കും ഒരു ഇഷ്ടേക്കാണ്. അപ്പൊ അവരിനിപ്പോ പോയിട്ടുണ്ടെങ്കിലും, ചിലപ്പോൾ പ്രസംഗം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, എന്നാലും പറയണം. അപ്പോ ഓരോരുത്തരെ പേരെടുത്തുകൊണ്ട്, പ്രാസംഗികരൊക്കെ പേരെടുത്തുകൊണ്ട് പറയാ. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ ആദ്യം പറയാൻ ശ്രദ്ധിക്കുക. പിന്നെ സദസ്സിലുള്ള കാണികൾക്ക്, സദസ്യർക്ക്, ഓഡിയൻസിന് പറയാൻ മറക്കരുത്. പിന്നെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഇതിനോട് സഹകരിച്ചിട്ടോ അവർക്കൊക്കെ പറയാം. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം എന്നുള്ള നിലക്ക് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ പരിപാടിയുമായി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അഹൈതവമായ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവസാനിച്ചത് അറിയിക്കും. അതാണ് നന്ദി പ്രസംഗം. വളരെ സിമ്പിളാണ്. അങ്ങനെ നമ്മൾ ഓരോ വിഷയത്തെ എടുക്കുന്നു, പ്രസംഗിക്കുന്നു. അങ്ങനെ നിരന്തര പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. ആർക്കും സാധ്യമാണ്. അല്ല നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു പ്രാസംഗികനാകുമെന്ന് സാധ്യമല്ല. വിദ്യാഭ്യാസി അനയെടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു സൈക്കിളിന് വീഴാതെ ഒരു കുട്ടിയും ഇന്ന് സൈക്കിള് പഠിച്ചിട്ടില്ല. നീന്തി
നീന്തൽ പഠിക്കുന്നവര് വെള്ളം കുടിക്കാതെ നീന്താൻ പഠിച്ചില്ല. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാക്ടീസ് വേണം, പ്രാക്ടീസ്. അപ്പൊ അതേപോലെ തന്നെയാണ് പ്രസംഗം. നമ്മൾ 3-4 ക്ലാസ്സുകൾ, 8-10 ക്ലാസ്സുകളൊക്കെ ഇതാവുന്നതോടുകൂടി നമുക്കും നല്ലൊരു പ്രാസംഗികനാകുന്നതോടുകൂടി നമുക്ക് ധാരാളം അറിവുകൾ വേണ്ടിവരും, സമകാലീന വിഷയങ്ങളെ കുറിച്ച്, ചരിത്രങ്ങളെ കുറിച്ചൊക്കെ. അതൊക്കെ നമ്മൾ പഠിക്കുകയും അങ്ങനെ നമുക്ക് നല്ല പ്രാസംഗികരാകാൻ സാധിക്കുകയും കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി വിനിയോഗിക്കുക. അതന്നെയാണ് അതന്നെയാണ് ഇതിന്റെ മാർഗം. സഭാ കമ്പനി സ്റ്റേജ് ഫിയർ മാറാനുള്ളത് ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ടതില്ല. എന്തിനെയാണ് നാം പേടിക്കുന്നത്? ആ പേടി ഇല്ലാതാക്കാൻ നിരന്തരം അത് ശീലിക്കുക, അത് പരിശ്രമിക്കുക, അതിനെ മറികടക്കാൻ ശ്രമിക്കുക. അതിന് പരിശീലനം തന്നെയാണ് അതിന്റെ മാർഗം. ഓൺലൈനിലൂടെ ഒക്കെ പല ക്ലാസ്സുകളിൽ വൻ ഫീ ഒക്കെ കൊടുത്തിട്ട് ഒരു കാര്യമല്ല. ഈ ഓൺലൈൻ മുന്നിൽ 4 ആളെ വെച്ച് ഓഫ്ലൈൻ ആണെങ്കിൽ തന്നെ പഠിക്കണം. അപ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുള്ളൂ. ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കും. നമ്മളൊക്കെ ആ കഴിവ് ഹൈഡായി കിടക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളത് മറ്റേ പാട്ട് മറ്റുള്ള കഴിവുകളെ പോലെയല്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. നാം ഒന്ന് ശ്രമിച്ചാൽ നമ്മൊന്ന് അതിനെ പൊടി തട്ടിയെടുത്ത് നമ്മളതിനെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും. പിന്നെ നമ്മുടെ അറിവുകൾക്കൊക്കെ അനുസരിച്ച് അതിന് പ്രസംഗത്തിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എന്നിരുന്നാലും പ്രസംഗിക്കാൻ കഴിയും. പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വിഷയത്തെ കുറിച്ച് പഠിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകും. അങ്ങനെ നമുക്കത് സാധ്യമാകും. അതൊരു ചെറിയൊരു സൈക്കോളജിക്കൽ ടിപ്സുകളാണ് കുറച്ചുണ്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരം മണ്ണം ഗ്രഹിക്കട്ടെ.